അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ വാങ്ങിച്ച ഫുഡൊക്കെ അതേ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം വെച്ചിരിക്കുകയാണ്. ഇനി ഹാൻഡ് വാഷിനൊക്കെ പോകണം. ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെയറൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കുള്ള പേപ്പർ പ്ലേറ്റൊക്കെ കൂടെ റെഡി. അപ്പോൾ പ്ലേറ്റൊക്കെ നിരത്താൻ തുടങ്ങി. ടീച്ചർക്ക് ചൂട് തുടങ്ങി. പക്ഷേ വലിയ ചൂടൊന്നുമില്ല. ടീച്ചർക്ക് ചൂട് കൊടുക്കുന്നുണ്ടാവും. BP-ക്കാരാണ് കുറച്ച് പേര്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നപ്പിക്കുന്ന ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ആട്ടോ. അപ്പോൾ സ്റ്റുഡൻറ്റിനെ കണ്ട് കുറച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ സ്റ്റുഡൻ്റൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പൊറോട്ടയാണ് സ്റ്റാർട്ടിങ്. പൊറോട്ട എടുക്കുക ശ്രീഷേ. കേരള പൊറോട്ട, മലബാർ പൊറോട്ട, കേരള പൊറോട്ട. ഇത് വലിയ ഇനി അടുത്ത ഐറ്റം എന്താണ്? അടുത്ത ഐറ്റം ചിക്കൻ ടിക്ക. ഞങ്ങളെല്ലാവരും ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് സ്വന്തം വാങ്ങി മുകളിലേക്ക് വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. മുകളിലൊന്ന് തുറന്നു നോക്കുമ്പോൾ എല്ലാം ചിക്കൻ ഐറ്റംസ് തന്നെയാണ്, പക്ഷേ പല പല പേരുള്ള ഐറ്റംസുകൾ. വെച്ചോ, കണ്ടോ? എനിക്ക് വേണ്ട അത്രയും വലുത്. ഷാരിസിനോട് ചെറുത് നിൽക്കിയാൽ മതി. ഇതെന്നാ ചില്ലി ചിക്കൻ അല്ലേ? ഞാനിത്തിരി ചില്ലി ചിക്കൻ എടുക്കട്ടെ. അധികം ഗ്രേവി ഇല്ലാത്ത ചില്ലി ചിക്കൻ ഒരു പീസ് മതി ഇപ്പോൾ തൽക്കാലം. സുഷ ടീച്ചർ എടുക്ക്, ചില്ലി ചിക്കൻ എടുക്ക്. ഇത് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്. ചിക്കൻ ലോലിപോപ്പ് എല്ലാവരും നല്ല വിശപ്പ് പ്രാന്തോട് കൂടി ഇരുന്ന് ഫുഡ് കഴിക്കണം. ചിക്കൻ ഡ്രം സ്റ്റിക്ക്. ഓക്കെ, എന്തൊക്കെ പേരുകളാണോ? പല വെറൈറ്റി ഐറ്റംസ് ആണ് ചിക്കൻ്റെ. ചിക്കൻ മഞ്ചൂരിയൻ. എന്താ ദൈവം, 4 കൂട്ടം ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ്റെ തന്നെ. ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ്. അപ്പം ഇനി ഓരോരോ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇതാ എല്ലാവരും ഇറങ്ങുകയാണ്. ഇത് നമ്മൾ ആദ്യം പോകുന്നത് മാർക്കറ്റ് 99-ലേക്കാണ്. അവിടെയാണ് ഞങ്ങളുടെ മെയിൻ ഷോപ്പിംഗ് കട എന്ന് പറയുന്നത്. ആ കട ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവിടെ പോയി നോക്കാമെന്നും പറഞ്ഞത് അങ്ങോട്ടേക്ക് നടക്കണം എല്ലാവരും. നമ്മളങ്ങനെ മാർക്കറ്റ് 99-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം കയറുന്നത്. അവിടെ പോയി നോക്കിയിട്ട് വേറെ ഷോപ്പുകളിലൊക്കെ പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് കിടക്കണം എല്ലാവരും. എല്ലാവരും ഓരോരോ ഐറ്റം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, എന്തെടുക്കണ്ടേന്ന് ഇങ്ങനെ നോക്കി നടക്കണം. എല്ലാവരും ഇവിടെ ടിഷ്യൂ പേപ്പർ, കിച്ചൺ നാപ്കിൻ, ടിഷ്യൂ പേപ്പർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. പല പല ക്വാളിറ്റി. ഞാനും ഇവിടെ ഓരോരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ മെഷറിങ് സ്പൂൺസ് കണ്ടു ഞാൻ. ഇത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കളർഫുള്ളുമാണ്. അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിത്. അപ്പോൾ 129 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വീട്ടിലുള്ളത് ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് കളർഫുൾ കണ്ടപ്പോൾ ഇതെടുക്കാമെന്ന് അങ്ങനെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നോക്കുന്ന ഈ റെഡ് കളറിലുള്ള ബൗള്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉള്ളിൽ സ്റ്റീലിൻ്റെയും പുറത്തുനിന്ന് ഇങ്ങനെ വേറെ റെഡ് കളറിലുള്ള കോട്ടിങ് കൊടുത്ത്. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കിച്ചണിലേക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മാർക്കറ്റ് 99-ന്ന് വാങ്ങിക്കേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെ കടയിലേക്കാണ്. ഞങ്ങൾക്കൊരു പവർ ബാങ്ക് വാങ്ങണം. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പവർ ബാങ്കൊക്കെ ഇങ്ങനെ ബാറ്ററിയൊക്കെ ഫുൾ കേടായി ചീത്തയായി. അപ്പോൾ ഒരു പവർ ബാങ്ക് വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോകണം. നമുക്കിനി ആദ്യം അത് വാങ്ങിക്കാം. അതിനുള്ള കട ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകണം. ഇവിടേക്ക് നല്ല അടിപൊളി TV സ്ക്രീനുകൾ വെച്ചിരിക്കുന്നതുണ്ടോ? ഇത് വലിയതാണെന്നറിയോ? നല്ല രസമാണ്.
അങ്ങനെ ഞങ്ങൾ വന്ന് പവർ ബാങ്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ട്. അപ്പോൾ MIയുടെ ആയിട്ട് നമ്മളെടുത്തേക്കണ MIയുടെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഇല്ലാത്ത സമയത്ത് പെട്ടെന്നുള്ള മൊബൈൽ ചാർജ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് വാങ്ങി നമ്മൾ ബിൽ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവരത് നമ്മളെ ചാർജ് ചെയ്തൊക്കെ കാണിച്ചിരുന്നു. ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മളങ്ങനെ പവർ ബാങ്കൊക്കെ വാങ്ങി ഇനി ഇതാ ബാക്കി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വീണ്ടും നീങ്ങണം. അപ്പം എല്ലാവരും വേറെ വേറെ പോയിരിക്കണം. ഓരോരുത്തരും അവരവരുടെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് നീങ്ങണം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഞ്ചുമോളുടെയും ഒക്കെ എടുത്തു. അതൊക്കെ അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടന്ന് നീങ്ങണം. അപ്പോൾ താഴെ എന്തോ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കോമ്പറ്റീഷനൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ഇത്തിരി സമയമൊക്കെ അങ്ങനെ പോയിട്ട് ഞങ്ങളുടെ. അതിനുശേഷം പിന്നെ ഞങ്ങളിത് അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അവിടെ ക്യാൻഡി ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അഞ്ചുവിൻ്റെ ക്യാൻഡി വേണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആൽവിനും അഞ്ചും കൂടെ വാങ്ങിയായിരുന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു പറഞ്ഞത്. കാര്യം ഇത്തിരി കോസ്റ്റ്ലിയാണ്, പക്ഷെ എന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റിയാണെന്നും പറഞ്ഞ് അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞത് അത് വാങ്ങിക്കാനായിട്ട് ഇവിടെ കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് അഞ്ചിൻ്റെ ക്യാൻഡി വാങ്ങിച്ചിരിക്കുന്ന പാക്കറ്റ്. അവിടെ താഴത്തെ ഫ്ലോറിൽ എന്തോ ഷോ നടക്കുന്നുണ്ട്. അവിടെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്തോ പ്രൈസ് കാര്യങ്ങൾ കോമ്പറ്റീഷൻ അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ താഴത്തെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഗെയിം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇവിടെ. ഇനി നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിക്കാമല്ലോ. കിച്ചൺ ഐറ്റംസുകളെല്ലാം വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചും കൂടെ വേറെ ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ അവിടെ നിന്ന് നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അതുകൊണ്ട് കിടക്കണ്ടേന്ന് വെച്ചിട്ട് ആദ്യം മറ്റ് ഷോപ്പിംഗ് എല്ലാം കഴിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരാമെന്ന് വിചാരിച്ച് വീണ്ടും അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബാക്കിയുള്ള ഫാമിലീസ് കൂടെയുള്ള ഫ്രണ്ട്സ് അവരുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കണം. ഞങ്ങളിങ്ങനെ താഴത്തെ ഫ്ലോറിൽ നിന്ന് വീണ്ടും മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തി അവരുടെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ഗാർമെൻറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഒത്തിരി. അപ്പോൾ അതിനകത്ത് നല്ല അടിപൊളി ഐറ്റംസുകളുണ്ട്. ചുരിദാറും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ചുരിദാറുകൾ, പിന്നെ മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ആയിട്ട്, പിന്നെ ടീഷർട്ട്, പാൻറ്, ടോപ്പ്, പ്ലാസോ, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടു, ഒന്നും വാങ്ങിയൊന്നും ഇല്ല കേട്ടോ. അടുത്തടുത്ത് സ്പെഷ്യൽ ടീച്ചറോടെ ക്ലച്ചറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ക്ലച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നടന്നു. ടീച്ചർ എടുത്തിട്ടുണ്ട് കേട്ടോ 2-3 എണ്ണം. അപ്പോൾ കുറച്ച് ഒക്കെ പോയി നോക്കിയൊക്കെ പോന്നു. അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും അങ്ങനെ തോന്നിയില്ല. അപ്പോൾ തിരിച്ചു പോന്നു അവിടുന്ന്. സാറുമാർ 2 പേരും അവിടെ നിന്ന് അവർക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിതാ ഈ കടയിലാണ് പോയി കണ്ടു പോന്നു, ഒന്നും വാങ്ങിയില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിട്ട് തോന്നി. നല്ല ഒരു വ്യൂ ആട്ടോ അവിടുന്ന്. അപ്പം ഞങ്ങൾ എല്ലാവരും മാറി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഗ്രൂപ്പായിട്ടൊക്കെ നിന്നു. 2 പേരവിടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരില്ല, 2 സാർമാർ. ബാക്കി ഞങ്ങളെല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ കൂടെ നിന്ന് കുറച്ച് നേരമൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങണം. അപ്പോൾ താഴേക്ക് ഇറങ്ങി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു വണ്ടിയൊക്കെ കാണാം, പുതിയ വണ്ടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് അഞ്ചു അതിനകത്ത് ട്രൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാമെന്നും പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് കയറുന്നത് കേട്ടോ. എന്ത് വണ്ടിയാ, അത് പുതിയ വണ്ടി, പുതിയ ഇറങ്ങുന്ന മോഡലാണ്. പുതിയൊരു വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുമങ്ങനെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതാ ഉള്ളിലേക്ക് കിടക്കണം. ഇനി
അങ്ങനെ ഞങ്ങളും ഇതാ ഓരോ ട്രോളിയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കിടക്കണം. വെജിറ്റബിൾസും അതുപോലെ കിച്ചൺ ഐറ്റംസും ഒക്കെ ആയിട്ട് ഇവിടെയൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുള്ളാണ് ഇവിടെ. ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നല്ല സെറ്റ്, നല്ല ഭംഗിയായിട്ടൊരു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. ചീരയില എടുത്തു. ഇനി ഇതാ നമ്മുടെ ചേമ്പ്, ചേന, കപ്പ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ആയിട്ട് ഇവിടെ നിറച്ച്. ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, സബോള ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല വലിയ വെളുത്തുള്ളി കേട്ടോ. ഇനി ഇവിടെ പച്ചമഞ്ഞൾ, ഇഞ്ചി, നല്ല അടിപൊളി സബർജില്ല വെച്ചേക്കണ നോക്കി. സൂപ്പർ സബർജില്ല, 450 രൂപ കിലോ. പക്ഷെ നല്ല അടിപൊളി ഐറ്റം കേട്ടോ. കുറച്ചിങ്ങനെ റെഡിഷ് കളറൊക്കെയുള്ള നല്ല അടിപൊളി ഐറ്റം. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇവിടെയൊക്കെ നല്ല അടിപൊളി ക്യാപ്സിക്കം, പല കളറിലുള്ള ക്യാപ്സിക്കം. പിന്നെ പച്ചമുളകായാലും നല്ല വെറൈറ്റി പച്ചമുളക് പല കളറിലുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടനോട് ആപ്പിൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിൾ പല കളറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പച്ചയും ചുവപ്പും മിക്സ്ഡ് കളറും ഒക്കെ ആയിട്ട് നല്ല വലിയ ആപ്പിൾ, നല്ല ക്വാളിറ്റിയുള്ള ആപ്പിൾ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളപ്പോൾ 240 രൂപ കിലോ ആപ്പിള്. അപ്പോൾ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതോ ഇതിൽ ഇഷ്ടമായിട്ട് കണ്ടിട്ട് തോന്നിയത് അതാ. അടിപൊളി മുന്തിരി വാങ്ങിച്ചു. കൊറിയൻ നൂഡിൽസ്. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂളിലൊരു എക്സ് സ്റ്റുഡൻറ്റിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ ഞങ്ങൾക്കായാലും അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞു. അവരും അവരുടെ അമ്മയും അതുപോലെ കുഞ്ഞുവാവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അഞ്ജുവിന് ആ കൊച്ചിനെ കിട്ടിയ സന്തോഷം. അഞ്ജു ഉടനെ തന്നെ കൊച്ചിനെ വാങ്ങിച്ചു പിടിച്ചേക്കാണ്. അങ്ങനെ കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അവർ അവിടെ നിന്ന് പിരിഞ്ഞു, ഞങ്ങളും പിരിഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഷോപ്പിങ്ങിനായിട്ട് വീണ്ടും കടന്നിരിക്കുകയാണ്. ഓണം വരല്ലേ, പാലട പായസം മിക്സ്. ഇവിടെ റൈസ് പാലട പായസം. ഇനി നമുക്ക് പുഴുക്കലരി ഏതെങ്കിലും എടുക്കണം. അപ്പോൾ പുഴുക്കലരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുത്തരി, നാട്ടിൽ നിന്നുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതേതാ വടിമട്ട. എൻ്റെ പേരാണ് വടിമട്ട. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഒരുവിധമായി. അപ്പോൾ ഞങ്ങളിനി ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞത് ചായ കുടിക്കാനായിട്ട് കൂപ്പൺ എടുക്കണം. അപ്പോൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ചേട്ടന് ലൈനിൽ നിൽക്കാം കേട്ടോ. അവിടെ ക്യൂവിലുണ്ട്. പിന്നെ അഞ്ജുവിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജു അതിൽ ഹാപ്പി. പിന്നെ ഇവിടെ ദഹിപൂരി കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ ഞങ്ങളെന്തായാലും ദഹിപൂരി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിൽക്കാം. അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കാം. ഇത് ഏത് ഐസ്ക്രീമാ? ചോക്ലേറ്റ്. എങ്ങനെയുണ്ട്? സൂപ്പർ. അഞ്ജുവിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരും ഷോപ്പിങ്ങൊക്കെ ഒരുവിധമാക്കി അവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരും ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ബാക്കി ഉള്ള എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞ് അത്രയും വേഗത്തിൽ ചായ കുടിച്ച് നീങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോകണം. അവിടുന്ന് കുറച്ച് ഫിഷ് വാങ്ങിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോകണം. ഇവിടെ നല്ല അടിപൊളി മീനുകളുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് അയില വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും അയിലയാണ് കേട്ടോ എടുക്കുന്നത്. 350 രൂപ കിലോ. ഞങ്ങളിവിടെ ഉണക്കമീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ഉണക്കമീനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കും. 150 ഗ്രാം ഭയങ്കര വിലയാണ്. പക്ഷേ നമുക്ക് ഉണക്കച്ചെമ്മീൻ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിത് ബിൽ പേയ്മെൻറ്റിനായിട്ട് ക്യൂവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിഷൊക്കെ അവരവിടെ നിന്ന് പാക്ക് ചെയ്ത് നല്ല ഐസ് ബോക്സിൽ ആക്കി തരും. അപ്പോൾ അതിനായിട്ട് സാർമാരൊക്കെ അവിടെ നിൽക്കണം. ആണുങ്ങളെല്ലാവരും അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങളാദ്യം നമ്മൾ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് ബില്ലടയ്ക്കാനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവരെത്തിയിട്ടോ. അപ്പോൾ തൊട്ട് പുറകെ തന്നെ അവരെത്തി ഫിഷിൻ്റെ പാക്കറ്റ്
മുറ്റൊക്കെ ആയിട്ട് ഇതാ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് കടന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വാങ്ങിച്ച സാധനങ്ങളെല്ലാം ട്രോളിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് പാക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് എത്രയും വേഗം രാത്രിയായി എന്ന് അറിഞ്ഞില്ല. അപ്പോഴേക്കൊരു 7:45 ആയിരുന്നു സമയം, വൈകുന്നേരം 7:45 ആയി. അപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലേറ്റ് ആവും വീട്ടിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത്തിരി സമയത്തെ വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്ന ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ വിട്ടു പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അവിടെ നിന്ന് പോന്ന് പിന്നെയും വേറെ സ്ഥലത്ത് വന്ന് വീണ്ടും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇതാ എൻട്രൻസിൻ്റെ അവിടെ തന്നെയായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം, വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക എല്ലാവരും. ഇവിടെ സാറുമാർ 4 പേരും ഇവിടെ ഉണ്ട്. അവരവരുടെ ലോകത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഗ്രൂപ്പായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ആ പയ്യെ ഇനി മൂവ് ചെയ്യാണ്. ഈവനിങ് ഒക്കെ ആയിപ്പിക്കും നല്ല റഷ് കേട്ടോ. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം ഈവനിങ് അല്ല, രാത്രിയായി എന്ന് പറയാം. 7:30 ഇപ്പോൾ സമയം. അപ്പോൾ 7:30ക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേ. നല്ല സൂപ്പർ തിരക്കാണ്. ഏത് ഫ്ലോറിലേക്ക് നോക്കിയാലും തിരക്കാണ്. കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അവരൊക്കെ ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാറുമാർ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം കൊണ്ടുവയ്ക്കാനായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ ഫ്രണ്ടിലേക്ക് എത്തിക്കോളാമെന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ വേറെ വഴി കൂടെ ഫ്രണ്ടിലേക്ക് വരണം. ഇന്ന് നമ്മൾ ഗെയിംസിൻ്റെ ഒരു ഏരിയയിലേക്കൊന്നും പോയേ ഇല്ല കേട്ടോ. താഴെ നിന്ന് ഇങ്ങനെ കാണാമായിരുന്നു മുകളിലത്തെ ഒരു ഏരിയ. അവിടുന്ന് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഒച്ചമ്പോളൊക്കെ കേൾക്കാമായിരുന്നു. പക്ഷേ എന്തോ അങ്ങോട്ടേക്കൊന്നും പോകാനൊന്നും ഉള്ള സമയം ഉണ്ടായിരുന്നില്ല. ആരും അതിനെപ്പറ്റി ചിന്തിച്ചില്ല, ആരും അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ പോരുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ചുരിദാർ മെറ്റീരിയലും അതുപോലെ റെഡിമെയ്ഡ് ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാം. അവരൊക്കെ വണ്ടി എടുക്കാൻ വേണ്ടി സാറുമാരൊക്കെ പോയേക്കാണ്. അപ്പോൾ ആ നേരത്തെ ജസ്റ്റ് ഒന്ന് നോക്കാമെന്നും പറഞ്ഞാൽ എല്ലാവരൊക്കെ ഓരോരോ ഡ്രസ്സുകളൊക്കെ എടുത്തൊക്കെ നോക്കിയെങ്കിലും അവിടെ ഒരുവിധം നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം വളരെ കുറവായിരുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും തന്നെ ഫോൺ വന്നു, ഞങ്ങളോട് എത്രയും വേഗം ഫ്രണ്ടിലേക്ക് എത്താൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എടുക്കാനും നമുക്ക് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ എല്ലാം അവിടെ തന്നെ ഇട്ട് ഞങ്ങൾ തിരിച്ചത് ആ മുറ്റത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്ത് ക്ഷീണിച്ച്. കുറേ ഷോപ്പിംഗ് ചെയ്തോ? പിന്നെ എന്തുമാത്രം വേറെ വണ്ടി വിളിച്ച് വിടണേ. എല്ലാവരും ഷോപ്പിംഗ് ചെയ്തു. പക്ഷെ നമ്മൾ തുണി ഐറ്റംസ് ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. അല്ലാത്ത ഷോപ്പിംഗ് കിച്ചൺ ഐറ്റംസൊക്കെ എല്ലാം വാങ്ങി. ഒരാളിതാ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരാൾ അവിടെ തന്നെയും ഇരിക്കണേ. അതല്ലെങ്കിൽ നേരം എപ്പോഴും നമ്മളിവിടെ എത്തിയേ 1:15 1:30 ഇപ്പം എത്തിയതാ. അപ്പോൾ വന്നിട്ട് ഇതാ ഈ നേരം വരെ വളരെ ബിസി ഷെഡ്യൂളായിരുന്നു നമ്മുടെ. എല്ലാം കഴിഞ്ഞ് പക്ഷേങ്കിൽ ഇപ്പോൾ ഇതേ വണ്ടി കണ്ടോ, എന്ത് വണ്ടികളെ വന്നെ നോക്കി. ഇതൊക്കെ ഇങ്ങനെ പോയി പുറകെ ഉണ്ടാവും നമ്മുടെ ചേട്ടന്മാർ. അവരുടെ വണ്ടിയിൽ നിന്ന് നോക്കി ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവരൊക്കെ നിന്ന് മടുത്തു എന്ന് പറഞ്ഞതായി ഇരിക്കുകയാണ്. 1 മണിക്കൂർ ഇരിക്കേണ്ടി വരും. നല്ല തിരക്കാട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് എടുത്തെടുത്ത് പോരുന്നതേ ഉള്ളൂ. നല്ല തിരക്കാണ്. ഞങ്ങളോട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം. പാർക്കിംഗ് ഏരിയയിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ അവർക്ക് നല്ല ടൈം എടുക്കും. അപ്പോഴേക്കും എന്താ ഞങ്ങളുടെ വണ്ടിയൊക്കെ എത്തി. അപ്പോൾ അങ്ങനെ വണ്ടി കയറി ഇതാ നമ്മൾ തിരിക്കണം അവിടെ നിന്ന്. ബൈ ബൈ ലുലു മാൾ. ബൈ ബൈ ലുലു. See you after 1 month. ഇനി ഞങ്ങൾ വരും കേട്ടോ. ലുലു മാൾ. ബൈ ബൈ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ബൈ ബൈ. നമ്മുടെ ഈ വീഡിയോ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഞാൻ അല്പം ബിസി ആയതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത്. നമ്മുടെ ലക്നൗ സിറ്റി വിടാറായി. ഞങ്ങളപ്പോൾ അങ്ങനെ അതേ കുറേ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാമെന്നും പറഞ്ഞ്
ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ചായ കുടിക്കാൻ പോകണം. ചായ കുടിച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ വന്നിരിക്കുക കേട്ടോ. ഇവിടെ ചെറിയൊരു കടയുണ്ട്. ഇപ്പോൾ കടയിൽ നിന്ന് നമുക്ക് ചായ ഒരു റെഡിയാക്കുന്നുണ്ട്. എല്ലാവരും അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ലൈനായിട്ട് വന്നിരിപ്പുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായയും പിന്നെ പക്കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി സോസും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണം എത്രയും വേഗത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും എന്തായാലും ഒരു 12 മണിയൊക്കെയെങ്കിലും ആവും. അങ്ങനത്തെ ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.